ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ആദ്യമായിട്ട് മഹീന്ദ്ര അവരുടെ പുതിയ XUV300 ഫേസ് ലിഫ്റ്റ്, അതായത് എൻ്റെ പേരടക്കം മാറ്റിയവരിപ്പോൾ XUV3XO എന്നാണ് ഈ വാഹനത്തെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ആദ്യത്തെ ടീസർ വന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനൊക്കെ എക്സ്റ്റീരിയറൊക്കെ ആദ്യമായിട്ടാണ് കാണാൻ കിട്ടുന്നത്. പക്ഷേ എന്തായാലും അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് മാസമായി, കുറച്ച് ആഴ്ചയായി. ആൻഡ് ഇപ്പം മഹീന്ദ്ര ഇഷ്ടം പോലെ 6 ടീസേഴ്സ് ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. ഏപ്രിൽ 29 ഈ വാഹനത്തിൻ്റെ അൺവെയിലും സംഭവങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടീസേഴ്സ് വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും ഡിസൈനൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈൻ വരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ഇതിന് സ്പൈഡ് പിക്സിലൊക്കെ കണ്ട പോലെ തന്നെയാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് മോഡൽ വെച്ച് നോക്കിയാൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴുള്ള മോഡലിൽ കൈൻഡ് ഓഫ് ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് ഹെഡ്ലൈംസ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏകദേശം വെർട്ടിക്കൽ ടൈപ്പ് ഹെഡ്ലൈംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും നമുക്ക് താഴത്തെ പ്രൊജക്ട് ഹെഡ്ലൈംസ് ഉണ്ട്, മുകളിലും പ്രൊജക്ട് ഹെഡ്ലൈംസ് ഉണ്ട്. മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ DRLസിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. ബാക്കി പോർഷൻസ് എല്ലാം തന്നെ, അതായത് ഹെഡ്ലൈറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന നമ്മുടെ ഒരു ഗ്രില്ലിൻ്റെ പോർഷനാണ്. ശരിക്കുള്ള വണ്ടി അൺവെയിൽ ആയതിൻ്റെ ഫുൾ ലുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാവുന്ന ഫ്രണ്ട് ലുക്ക്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഈ വാഹനത്തിൻ്റെ ടെയിൽ ലാംപ്സ് ഇപ്പോൾ അവർ കാണിച്ചിട്ടുണ്ട്. അത് നേരത്തെ നമുക്ക് ഈ വണ്ടിയുടെ ആദ്യത്തെ സ്പൈഡ് പിക്സ് വന്ന സമയത്തും അതുപോലെ ആദ്യത്തെ ടീസേഴ്സ് ഒക്കെ വന്ന സമയത്ത് തന്നെ കാണാമായിരുന്നു. എന്തായാലും ടെയിൽ ലാംപ്സ് എന്ന് പറയുമ്പം പണ്ടത്തെ മോഡലിൻ്റെ തന്നെ ഒരു എവല്യൂഷനായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും അത്രയും വലുതൊന്നുമല്ല. ഇപ്പോൾ അവർ ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾ LED ടെയിൽ ലാംപ്സ് ആണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു C ഷേപ്പിൽ നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ടെയിൽ ലാമ്പ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് കുറേ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പ്രീമിയം ലുക്കാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ പറയാൻ പറ്റുന്ന മാറ്റങ്ങൾ. സൈഡ് പ്രൊഫൈൽ പിന്നെ ഇതൊരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അലോയ് വീൽസിന് ഡിസൈൻ മാറും, പിന്നെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കോസ്മെറ്റിക്കലി അവർ മാറ്റിയാലേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും സൈഡിൻ്റെ ഡിസൈൻ വരുന്നത്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഇനി ഏറ്റവും മേജറായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്ന. അതിൽ ആദ്യത്തെ കാര്യം ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ വാഹനത്തിൻ്റെ സൺറൂഫാണ്. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ സീറ്റ്സിൻ്റെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ്സിൻ്റെ ആ ഒരു ഡിസൈൻ പഴയ തന്നെയാണ്. പക്ഷെ എന്നാലും മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ അകത്ത് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇതിനകത്ത് ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളുണ്ട്, റിയർ ആംറെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ബാക്കിൽ വരുന്നുണ്ട്. ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. പണ്ടും ഇതിനകത്ത് കൈൻഡ് ഓഫ് വൈറ്റ് കളറിലുള്ള സീറ്റ് കവേഴ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ ഒരു ഫിനിഷ് തന്നെയാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡാണ്. ഇതിപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വലിയ വ്യത്യാസം തോന്നുന്നില്ല ഡാഷ്ബോർഡ് ലേഔട്ടിൽ, അതായത് ലെഫ്റ്റ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷെ എന്നാൽ അതിൽ ശരിക്കും വ്യത്യാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന XUV300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു വന്നത്. പക്ഷേ ഈ ഒരു മോഡൽ കാണുന്ന സമയത്ത് നമുക്ക് ടോപ്പ് പോർഷനിൽ കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ബോട്ടം പോർഷൻ കംപ്ലീറ്റ്ലി അവരൊരു കൈൻഡ് ഓഫ് വൈറ്റ് ഓർ ഐവറി പോലത്തെ ഫിനിഷാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈൻ മൊത്തമായിട്ട് തന്നെ അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ഡിസൈൻ ആണത്. നമുക്ക് പുതിയ ഇൻഫോടൈം സിസ്റ്റം അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നടുവിലായിട്ട് കുറച്ച് കൺട്രോൾസ് ഒക്കെ ഉണ്ട്, വോളിയം അപ്പ് ഡൗൺ ചെയ്യാനൊക്കെ ഉള്ളത്. ആൻഡ് നടുവിൽ നമുക്ക് വരുന്നത്, അതായത് മെയിൻ ഇൻഫോടൈം സിസ്റ്റം എന്ന് പറയുന്നത് 10.25 ഇഞ്ചസിൻ്റെ അഡ്രിനോക്സ് പവേർഡ് ആയിട്ടുള്ള ഇൻഫോടൈം സിസ്റ്റം ആണ്. നമ്മൾ XUV700 കണ്ട സംഭവം തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അഡ്രിനോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് കിട്ടും. പിന്നെ റിമോട്ട് ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്, ഫോണിൽ തന്നെ ക്ലൈമറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഡ്യുവൽ സോൺ AC തന്നെയായിരിക്കും. അതിൻ്റെ കൺട്രോൾ പാനലൊക്കെ നമുക്ക് കാണാം, പുതിയതാണ്. അതിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ നടുവിലത്തെ AC വെൻസിൻ്റെ ഡിസൈന് മൊത്തമായിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ രണ്ടും ഏകദേശം ഒരു അറയിലാണ് ഇരിക്കുന്നത്. ആൻഡ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, അതായത് ഡ്രൈവർ സീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ച് വരുന്നത്. ഇത്രയാണ് ഇൻറ്റീരിയറിൽ പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ഒരു മെയിൻ സംഭവം, അത് ഈ ഒരു സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ ഇവർ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് നമുക്ക് പറയാം. സംഭവം എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അത് ഇതിൻ്റെ സൺറൂഫാണ്, ഓർ മഹീന്ദ്ര പറയുന്ന പോലെ സ്കൈ റൂഫാണ്. അത് ശരിക്കും നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടാറുള്ളത് സാധാരണഗതിയിലുള്ള നമ്മുടെ സിംഗിൾ പെയിൻ സൺറൂഫ് ഉണ്ടല്ലോ, അതായത് ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന സൺറൂഫാണ്. മിക്ക വണ്ടികളും വളരെ ചെറിയ സൺറൂഫായിരിക്കും. നമുക്കങ്ങനെ ഭയങ്കര യൂസബിൾ ഒന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് സൺറൂഫിൻ്റെ മുകളിൽ കൂടെ കയറി നിൽക്കാനാണല്ലോ. ഈവൻ ദോ അതത്ര അഡ്വൈസബിൾ അല്ല. റണ്ണിങ് ടൈമിലൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം മേജറായിട്ടുള്ള ഇഞ്ചുറീസ് സംഭവിക്കാമെങ്കിൽ പോലും ആൾക്കാർ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ഈ ഒരു വാഹനത്തിൽ നമുക്ക് അങ്ങനെ ചെറിയൊരു സൺറൂഫ് അല്ല വരുന്നത്. അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള പാനറോമിക് സൺറൂഫാണ് വരുന്നത്. ബാക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് തുറന്നു പോകുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു കമ്പനി പാനറോമിക് സൺറൂഫൊക്കെ കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ഈ സെഗ്മെൻറ്റിൽ കൊടുക്കാണ്ടിരുന്ന അത്രയൊക്കെ സൺറൂഫ് വലുത് വെക്കാൻ പറ്റാനുള്ള ആ ഒരു റൂഫ് ഈ വണ്ടികൾക്കില്ലായിരിക്കും, കാരണം സപ്പോമീറ്റർ വണ്ടികളാണല്ലോ. പക്ഷെ എന്തായാലും മഹീന്ദ്ര അതെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് ഒരു വലിയ ഫാക്ടറാണ്, കാരണം ഇത് സപ്പോമീറ്റർ SUVs ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് അണ്ടർ കൺട്രോൾ വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇവരത് ശരിക്കും കോസ്റ്റ് കട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്തായാലും ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ കോസ്റ്റ് കട്ടിങ്ങും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്.
ഇനി അതുപോലെ തന്നെ അടുത്ത സാധനം വരുന്നത് ഈ വാഹനത്തിൻ്റെ സ്പീക്കേഴ്സാണ്. ഇതിൻ്റെ അകത്ത് അവർ കംപ്ലീറ്റ്ലി പുതിയ സ്പീക്കർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമുക്ക് ഇതിൻ്റെ അകത്ത് അങ്ങനെ ബ്രാൻഡഡ് സ്പീക്കേഴ്സ് ഒന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 7 സ്പീക്കർ ഹാർമൺ കാർഡൻ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ടാറ്റയുടെ ഇൻഫോടൈം സിസ്റ്റം ഒക്കെ ഏകദേശം ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നത് JBLിലേക്കാണ്, JBLും ഹാർമനും ഒക്കെ ആയിട്ടുള്ളത്. എന്തായാലും ഇതും ഏകദേശം അത്തരത്തിലുള്ള ഒരു സിസ്റ്റം തന്നെയാണ് വരുന്നത് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഇനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് XUV700 കിട്ടിയിരുന്നത് സോണിയുടെ സ്പീക്കേഴ്സ് ആയിരുന്നു. ഈവൻ താറിലും താറിലല്ല, നമ്മുടെ സ്കോർപ്പിയോ എന്നൊക്കെ വന്ന സമയത്ത് അതിൻ്റെ അകത്തും അത് തന്നെയാണ് കിട്ടിയിരുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, മഹീന്ദ്ര ഈ വാഹനത്തിലേക്ക് വന്നപ്പോഴേക്കും സോണിയെ നൈസായിട്ട് ഉപേക്ഷിച്ചിട്ട് നമ്മുടെ JBLും അതായത് ഹാർമൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ ലീക്കായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ സ്പൈ ഷോട്ട് കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഏകദേശം ഒരു ഡിസൈൻ മനസ്സിലാവും. കാരണം നമ്മൾ ഓൾറെഡി ഈ വാഹനത്തിൻ്റെ ടീസേഴ്സൊക്കെ കണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ, മൊത്തത്തിലുള്ള ഈ വാഹനത്തിൻ്റെ ഒരു രൂപകൽപ്പനയൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡിസൈനൊക്കെ കണ്ടു. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ അവരായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും പുതിയതായിട്ട് എന്തെങ്കിലും പുറത്തു വിടുമോ എന്നെനിക്കറിയില്ല. ഇനി ബാക്കി മെക്കാനിക്കൽ ആസ്പെക്ട്സിൻ്റെ കേസൊക്കെയാണെങ്കിൽ അക്കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കിപ്പോൾ വരുന്ന 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻസ് തന്നെയായിരിക്കും ഇതിൻ്റെ ബേസിക് സ്പെക്കിൽ വരാൻ പോകുന്നത്. ബേസിക് സ്പെക്കിൽ ശരിക്കും പറഞ്ഞ ഒരു MPF എഞ്ചിനാണ്. 1.2 ലിറ്റർ ടർബോ, 110 PS പവർ ഉണ്ട്, 200 Nm ടോർക്ക് ഉണ്ട്, അത്യാവശ്യം നല്ല എഞ്ചിനാണ്. പിന്നെ അതിന് മുകളിൽ വരുന്ന ഒരു ടർബോ പെട്രോളാണ്, അത് TGDI എഞ്ചിനാണ്. ഈ അടുത്ത ടർബോ സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡലൊക്കെ വന്നതാണ്. അതിന് 130 PS പവർ ഉണ്ട്, 230 Nm ടോർക്ക് ഉണ്ട്. ഓവർ ബൂസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ 250 Nm വരെയുള്ള ടോർക്ക് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ നല്ല എഞ്ചിനാണ് എന്ന് തന്നെ പറയും ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമ്മൾ ഈ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ അടുത്തത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 300 Nm ടോർക്കും അതുപോലെ 115 bhp പവറും ഒക്കെയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ടോർക്ക് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ് ഇത് എന്നും പറയും. അതിപ്പോൾ ഈ വാഹനം ഇറങ്ങിയ കാലം മുതൽ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. പക്ഷേ ഇറങ്ങിയ സമയത്ത് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു. ശരിക്കും 2019 ആ ഒരു സമയത്താണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ ഏകദേശം ഒരു പഴഞ്ചൻ സ്റ്റൈലാണ് ഇതിനുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ മഹീന്ദ്ര അത് മൊത്തത്തിൽ മാറ്റിയിട്ടാണ് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ഇറക്കാൻ പോകുന്നത്. ആൻഡ് ഈ വാഹനത്തിൻ്റെ പേര് മാറ്റിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ XUV700 ഒക്കെ പുതിയ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ 800, 600, 300, 500 ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇനി അവർ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെയും നെയിമിംഗ് ഫോർമാറ്റ് ഈ എക്സോ എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിലേക്ക് മാറാൻ വളരെയധികം സാധ്യതയുണ്ട്. ആൻഡ് ഇനിയിപ്പം ഈ വാഹനം വരുന്നതോടുകൂടി നമ്മുടെ ഈ സബ് 4 മീറ്റർ SUVസിനൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ ആവും. ഇതുവരെ ഇത് ടെസ്റ്റിങ്ങിലുമൊക്കെ നമ്മൾ കണ്ടതിൽ അങ്ങനെ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു വാഹനമായിട്ടൊന്നും ആർക്കും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മഹീന്ദ്ര അവരുടെ ടിപ്പിക്കൽ സ്റ്റൈലിൽ കുറേ ടീസേഴ്സൊക്കെ കാണിച്ച് ഇങ്ങനെ ഒരു ഓളം ഉണ്ടാക്കുമ്പോഴാണ് നമുക്കും തോന്നുന്നത്, ഓ ഇതിലതുണ്ട്, ഇതിലിതുണ്ട്, അല്ലെങ്കിൽ ഈ വണ്ടി ഇങ്ങനെയാണ്, കൊള്ളാം, ഡിസൈനൊക്കെ മാറിയിട്ടുണ്ട്, ഇതൊന്ന് നോക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളും വരുന്നത്. ഇനിയിപ്പോൾ April 29 ഈ വാഹനം ലോഞ്ച് ആകാൻ പറയും ഇതിൻ്റെ കറക്റ്റ് ഡിസൈനും ബാക്കി സ്പെസിഫിക്കേഷൻസും ഒക്കെ. അതിന് മുമ്പ് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരാണെങ്കിൽ ഞാൻ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.